ഈ കേരളത്തിൽ അടിസ്ഥാനപരമായി ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ഗവൺമെന്റ്, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. തുടർച്ചയായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഗവൺമെന്റ് 35ലേക്ക് ഒതുങ്ങിയത്. ഈ നാട്ടിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന വികസനങ്ങളെ കുറിച്ച്? ഒരുപാട് ദൂരേക്ക് വിരൽ ചൂണ്ടണ്ട. നിങ്ങളുടെ തൊട്ട് മുമ്പിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് 2018 പ്രളയത്തിന് മുമ്പ് ഈ നാട്ടിലെ റോഡുകൾ എങ്ങനെയായിരുന്നു? ഇന്ന് നമ്മുടെ നാടൻ ഗ്രാമങ്ങളിൽ പോലും വെള്ള വരയിട്ട അതിരുതിരിക്കുന്ന റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 2018 പ്രളയകാലത്ത് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ തകർന്നു, ആശുപത്രികൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു, എല്ലാം തകർന്നു. അന്ന് മഹാപ്രളയം വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയപ്പെടണ്ട, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയല്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, റീബിൽഡ് കേരള, പുനഃസൃഷ്ടിക്കും ഈ കേരളത്തെ. അടുത്ത വാചകം എന്താണ്? പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, ഒരു പുതിയ കേരളം. പ്രിയപ്പെട്ടവരെ, തകർന്നു പോയ റോഡുകൾക്ക് പകരം ആ റോഡാണോ ഉണ്ടാക്കിയത്? നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വരയിട്ട റോഡുകൾ ഗ്രാമാന്തരങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിലെ തകർന്നു പോയ സ്കൂളുകൾക്ക് പകരം സ്വപ്നം കാണാൻ കഴിയാത്ത പഞ്ചനക്ഷത്ര സൗകര്യമുള്ള, പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ കുട്ടികൾ പഠിക്കണം. എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, എനിക്ക് വാട്സപ്പ് അറിയാം, ഫേസ്ബുക്ക് അറിയാം, ഞാനിതിൽ ഫോൺ ചെയ്യും. അതിനപ്പുറം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ എൻ്റെ പേരക്കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കും. ഞാൻ ആമ്പലം മറച്ചോ കയ്യിൽ തരും. എന്താ കാരണം? അവനിതാ പഠിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്കൂളിൽ അധ്യാപകൻ കാണിച്ച ചോക്ക് ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിച്ചു. അങ്ങനെ മാഷ പറഞ്ഞത്, ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിക്കുക. ഇതിനകത്ത് ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് പഠിച്ച നമ്മുടെ കുട്ടികൾ ഇപ്പൊ എങ്ങനെയാ? ഡിജിറ്റൽ ക്ലാസ് മുറിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കരജീവി ആഫ്രിക്കയിലെ ആന ചിഹ്നം വിളിച്ച് മുന്നിൽ നിൽക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനും അടിത്തട്ടിൽ മാത്രം ജീവിക്കുന്ന നീലത്തിമിംഗലം കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം പുറത്തു വന്നാൽ കണ്ടാലായി എന്ന് വിചാരിക്കുന്ന നീലത്തിമിംഗലത്തോടൊപ്പം നീലക്കടലിൽ അടിത്തട്ടിൽ നീന്തി തുടിക്കുക കുട്ടികൾ ഡിജിറ്റൽ ക്ലാസ് റൂമിൽ. എൻ്റെ നാട്ടിലെ നാടിനടുത്ത മണാശ്ശേരി സ്കൂളിലെ കുട്ടികൾ അമേരിക്കയിലെ കാലിഫോർണിയയിലെ കുട്ടികളുമായി സംവദിക്കുക. ഇല്ലേ? വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത്. പ്രളയത്തിൽ തകർന്ന ഒരു നാട്, തകർന്ന് തരിപ്പണമായ നാട്. നിങ്ങളെ ആലോചിച്ച് നോക്ക്. ഈ നാട്ടിലെ ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു ഡോക്ടർ, ഒരു നഴ്സ്, ഉച്ചക്ക് അടച്ചു പൂട്ടിപ്പോയിരുന്ന ആ സ്ഥാപനങ്ങൾ പ്രളയശേഷം റീബിൽഡ് കേരളയിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? 3 ഡോക്ടർമാര്, 3 നഴ്സുമാര്, ഇഷ്ടം പോലെ മരുന്ന്, വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇങ്ങനെ നിങ്ങൾ ഏത് മേഖല എടുത്ത് പറയാൻ നിന്നാൽ ഒരുപാടുണ്ട്, സമയം കിട്ടുമ്പോൾ പറയാം. ഇങ്ങനെയൊക്കെയുള്ള ഈ കേരളത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ മാത്രമുണ്ടാക്കിയ, വയനാടിന്റെ തകർന്നു പോയ മനുഷ്യർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കിയ മനുഷ്യർ, അവിടെ 5000 വോട്ടിന് ജയിച്ചിരുന്ന UDFന്റെ സ്ഥാനാർത്ഥി 45,000 വോട്ടിന് ജയിക്കുന്നു. നമ്മളുണ്ടാക്കിയ വയനാട്ടിൽ, അവരെല്ലാ തട്ടിപ്പും നടത്തിയ വയനാട്ടിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. തീരങ്ങൾ സംരക്ഷിച്ച ഒരുപാട് ഇടങ്ങളുണ്ട്, കടൽ കയറാത്ത രൂപത്തിൽ. ആ നാട്ടിൽ നമ്മൾ തോറ്റുപോയി. എന്തേ തോൽക്കാനുള്ള കാരണം? അതിനുള്ള കാരണം ഇവിടുത്തെ സകല വാർത്താ മാധ്യമങ്ങളും നമുക്കെതിരാണ്. കോർപ്പറേറ്റ് മുതലാളിമാർ പണം മുടക്കി ഇറക്കുന്ന, നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അവരുടേതായ താല്പര്യം ഉണ്ടാവും. ആ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ബേബി മെമ്മോറിയൽ ആശുപത്രി നടത്തിയിരുന്നത് മുമ്പ് ഒരു മലയാളിയായിരുന്നു. ഇന്ന് ആശുപത്രി നടത്തുന്നത് ഒരു അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റുകളാണ്. കോഴിക്കോട് നഗരത്തിൽ ഒരുപാട് ആശുപത്രികൾ നടത്തുന്നത് ഈ കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നശിച്ചു കാണണം. ആ രൂപത്തിലുള്ള വാർത്തകൾ ഈ നാട്ടിൽ മുഴുവനും അടിച്ചിറക്കുക. ആരോഗ്യ വകുപ്പ് മന്ത്രിമാരെ കടന്നാക്രമിക്കുക. വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അങ്ങനെയുള്ള നുണകളുടെ പെരുമഴ പെയ്തു. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ നുണയനുള്ള ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എതിരാളിയില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവുണ്ടായി. അങ്ങനെയുള്ള പെരും നുണകളുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. എന്തൊക്കെയായിരുന്നു നമ്മുടെ പരാജയത്തിന് ഇവർ പറഞ്ഞിരുന്ന കാര്യം? അത് പറയുമ്പോൾ അവർ ജയിച്ചു വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുക. അവർ ജയിച്ചല്ലോ, UDF ഈ കേരളത്തിൽ ജയിച്ചല്ലോ. ജയിച്ച് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണം. നമ്മൾ 1ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി കലാപം നടന്നത് ഈ കഴിഞ്ഞ കാലത്താണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം ഇല്ലേ,
1 മാസത്തോളം കലാപമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ വല്ല പങ്കുണ്ടോ? ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു ഭരണം വരണ്ടേ ഈ നാട്ടിൽ. എത്ര പക്ഷങ്ങളുണ്ടായിരുന്നു? KC പക്ഷം, ചെന്നിത്തലയുടെ പക്ഷം, VD സതീശന്റെ പക്ഷം. അവസാനം ആ യുദ്ധത്തിൽ VD സതീശൻ ജയിച്ചു. സതീശൻ ജയിക്കുമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. എന്താ കാരണം? അതിൻ്റെ കാരണം ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏപ്രിൽ 4-ാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ തലേ ദിവസം VD സതീശന്റെ ഒരു യാത്രയുണ്ട് മംഗലാപുരത്തേക്ക്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒന്നും മംഗലാപുരത്തേക്ക് ഫ്ലൈറ്റ് ഇല്ല. എന്നാൽ ചാർട്ട് ചെയ്ത വിമാനത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്. എന്തിനാണ് പോയത് എന്ന് VD സതീശനോട് ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞ ഉത്തരം നിങ്ങൾ കേട്ടില്ലേ? ആര്യാടൻ്റെ ഒരു അകന്ന ബന്ധുവിനെ കാണാൻ. സാക്ഷാൽ ആര്യാടൻ നിലമ്പൂരിൽ അതിഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ ആ ജീവിച്ചിരിക്കുന്ന ആര്യാടനെ കാണാൻ കാറിൽ വരാത്ത സതീശൻ ആര്യാടൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ ചാർട്ടേഡ് വിമാനത്തിൽ പോയി. മുമ്പിൽ കോലും പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ. അവർ ചോദിക്കണ്ടേ ആരാണ് ഈ ആര്യാടൻ്റെ ബന്ധു? ആര്യാടൻ അവിടെ അങ്ങനെ ഒരു ബന്ധുണ്ടോ? പറയണ്ടേ? ഒരു മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ ചോദ്യം. പിന്നെ അയാൾ പറഞ്ഞു ഞാൻ മൂകാംബികയിൽ പോയതാണ്. മൂകാംബിക പിന്നെയാ പറയുന്നത്. അതിനുശേഷം പറഞ്ഞു ഞാൻ അവിടുത്തെ സർക്കാരിൻ്റെ ഇത് പ്രകാരം പോയതാണ്. കർണാടകയിലെ കോൺഗ്രസും സർക്കാരും പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വിദ്വാൻ വന്നത്. പക്ഷേ ഇയാൾ ആരെ കാണാനാ പോയത് എന്ന് ഞങ്ങൾക്ക് ഈ നാടിന് വിവരം തന്നത് KC പക്ഷാണ്. ഈ യുദ്ധത്തിനിടയിൽ അദ്ദേഹം കണ്ടിട്ടുള്ളത് അദാനി ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ ആലം എന്ന് പറയുന്ന മനുഷ്യനെയാണ്. അപ്പം മനസ്സിലായില്ലേ വിമാനത്തിന്റെ ചാർട്ടേഡ് വിമാനത്തിന്റെ പണം ആരാ കൊടുത്തതെന്ന്? എന്താണ് ആലത്തിന് ഈ സതീശനോടുള്ള പ്രത്യേകത? സതീശൻ ഏറ്റെടുത്ത വകുപ്പുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിലൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് തുറമുഖ വകുപ്പ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കടന്നപ്പള്ളി, അതിനു മുമ്പ് INL-ന്റെ ദേവർകോവിൽ, ഇങ്ങനെയുള്ള ആളുകളാണ്, അതുപോലെയുള്ള ആളുകളാണ് ഈ തുറമുഖം കൈകാര്യം. നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തുറമുഖ വകുപ്പ് ആര് കൈകാര്യം ചെയ്തു? സതീശൻ. നിയമവകുപ്പ് സതീശൻ ഇല്ലേ? ധനവകുപ്പ് സതീശൻ. എന്താ ഇതിന്റെ കാര്യം? അദാനിക്ക് ഇവിടെ ഒരു വലിയ മുതൽ മുടക്കുള്ള ഒരു കാര്യമുണ്ട്, വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം പറയുമ്പോൾ അറബിക്കടലിൽ 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളുണ്ട്. ഒന്ന് ജബൽ അലി ദുബായിൽ. 2 വർഷം മുമ്പ് അവിടെ പാർട്ടി സംഘടനയുടെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജബൽ അലിയിൽ ഞാൻ പോയിട്ടുണ്ട്. ജബൽ അലിയും ശ്രീലങ്കയിലെ കൊളംബോയും പിന്നീട് വിഴിഞ്ഞവും. ജബൽ അലിയുടെയും കൊളംബോയുടെയും പ്രത്യേകത മദർഷിപ്പ്, അമ്മ കപ്പൽ, ഏറ്റവും വലിയ കപ്പൽ. ആ കപ്പലെടുക്കും ഈ 3 സ്ഥലങ്ങളിലും, ഈ 3 സ്ഥലങ്ങളിലേ അടുക്കുള്ളൂ. പക്ഷേ ജബൽ അലിയിലും കൊളംബോയിലും മണ്ണ് മാന്തണം, ഇടക്കിടക്ക് മണ്ണ് മാന്തണം കടലിൽ, എന്നാലേ ഈ മദർഷിപ്പിന് വരൂ. അത്രയും ആയത്തിലൂടെ സഞ്ചരിക്കണം. എന്നാൽ വിഴിഞ്ഞത്തോ പ്രകൃതിദത്തമായ ആയമുള്ള സ്ഥലം, അന്തർദേശീയ കപ്പൽ പാതയുടെ തൊട്ടടുത്ത്. ഇങ്ങനെ ഒരു സാധ്യത കണ്ടതുകൊണ്ടാണ് VS ഗവൺമെന്റിന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ കാൽവെപ്പ് നടത്തുന്നത്. അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. വിഴിഞ്ഞം തുടങ്ങുന്നത് VS-ന്റെ കാലം ആവട്ടെ. ആ വിഴിഞ്ഞത്തിൽ 65% ഷെയർ ആർക്കാണ്? കേരള ഗവൺമെന്റിനാണ്. ഏകദേശം ഒരു 20-25% ആർക്കാണ്? അദാനിക്ക്. ഒരു 800 കോടിയുടെ മുടക്കാർക്ക്? കേന്ദ്ര സർക്കാരിന്. അവർ മുടക്കല്ല, കേരള ഗവൺമെന്റിന് വായ്പയായി തരികയാണ്. അത് നമ്മളൊരു കാലാവധിക്ക് തിരിച്ചു കൊടുക്കണം. ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റ് തിരിച്ചു കൊടുക്കണം. പക്ഷെ അദാനിയുമായി നമുക്കൊരു അഗ്രിമെന്റ് ഉണ്ട്. എന്താണ് അഗ്രിമെന്റ്? അദാനിയുടെ ഷെയറിൽ 25%-ലധികം വിൽക്കണമെങ്കിൽ കേരള സർക്കാരിന്റെ പെർമിഷൻ വേണം. എന്നാൽ അദാനി ഇപ്പൊ 49% ഷെയർ വിറ്റു. ദാലിയുടെ മുതൽ മുടക്ക് എത്രയാണ്? 3000. എത്രക്കാ വിറ്റത്? 13,000 കോടിക്ക്. 49% എന്ന് പറഞ്ഞാൽ 50 വരൂല. 3000 കോടിന്റെ മുടക്കിൽ 50 കൂട്ടിക്കോ, 1500 കോടി. 1500 കോടിയുടെ മുതല് അദാനി വിൽക്കുന്നത് MSC എന്ന് പറയുന്ന ഒരു കപ്പൽ കമ്പനിക്ക് 13,000 കോടിക്ക്. ലാഭം ആലോചിച്ച് നോക്ക്. അങ്ങനെ എന്തുകൊണ്ട് വിറ്റു എന്ന് ചോദിച്ചതിന് സതീശൻ ഉത്തരമില്ല. ആ വിൽപ്പന നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമ നടപടികളും സതീശൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് സതീശൻ പോയിട്ടുള്ളത്. സതീശനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ പണമിറക്കിയിട്ടുള്ളത് അദാനി ഗ്രൂപ്പാണ്. ആരാണ് അദാനി? എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടോ? സഞ്ജയ്
രാഹുൽ ഗാന്ധിയുടെ ഭാഷയെ പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നത് അദാനിയും മോഡിയുമാണ്. രാഹുൽ ഗാന്ധിക്ക് പോലും ചതുർത്ഥിയില്ല, അദാനിയുമായിട്ടാണ് സതീശന്റെ ഇടപാട്. പോവട്ടെ, അങ്ങനെ അവരുടെ ഒക്കെ പിന്തുണയിൽ ഉണ്ടാക്കി തീർത്ത ജാഥകളിലൂടെ സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, അയാൾ സത്യപ്രതിജ്ഞ ചെയ്തത്? സതീശൻ ആദ്യമായിട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിനു മുമ്പ് 3 തവണ MLA ആയ മനുഷ്യൻ, തൊട്ടുമുമ്പ് പ്രതിപക്ഷ നേതാവായ മനുഷ്യൻ, അന്നൊക്കെ അയാൾ സത്യപ്രതിജ്ഞ ചെയ്ത് നിന്നത് VD സതീശൻ എന്ന ഞാൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് എങ്ങനെയാണ്? വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വടശ്ശേരി ദാമോദര മേനോൻ സതീശ, നീ വാല് പൊക്കിയ ഞങ്ങൾക്കറിയാം എന്തിനാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു മേനോൻ എന്തിനു വന്നു ഞങ്ങൾക്കറിയാം. ഇത് പലരും ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞു, സത്യപ്രതിജ്ഞാ സമയത്ത് എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. അപ്പൊ ഇതിനു മുമ്പ് 3 തവണയും സതീശൻ അച്ഛൻ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഓർമ്മ വന്നില്ലായിരുന്നു. എന്തേ വടശ്ശേരി ദാമോദര മേനോനെ പറയാതെ പോയി? വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് വളരെ ക്ലിയർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ VD സതീശൻ ഒരു കാരണമുണ്ടെങ്കിൽ, സതീശനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത മുസ്ലിം ലീഗുകാർ തവണ എന്ത് ചെയ്തു? ആ തൊപ്പി ഊരി വെച്ചു. തലയിൽ തൊപ്പിയിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ലീഗിന്. എന്നാടെ തലയിലെ തൊപ്പിയില്ല, പടച്ചോനുമില്ല. എന്നാ ലീഗ് മറന്നു വരുത്, നിങ്ങളെ കൊണ്ട് മുമ്പ് ഈ തൊപ്പി ഊരിപ്പിച്ചത് കോൺഗ്രസാ. 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ്, ലീഗ്, PSP, കോലീപി, ഇന്നത്തെ കോലീപി അല്ല, കോലീപി, ആ സഖ്യം വലിയ സമരം ചെയ്തു. തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും. അന്നാണ് VS-ന്റെ ഒക്കെ നേതൃത്വത്തിൽ തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയിൽ കഞ്ഞി കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അത് കഴിഞ്ഞ് നെഹ്റു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് ആ ഗവൺമെന്റ്, ആ സർക്കാരിനെ സസ്പെൻഡ് ചെയ്തു. ആ നിയമസഭ മരവിപ്പിച്ചു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് കേരളത്തിൽ കോൺഗ്രസും ലീഗും PSPയും കൂടി ഒരു സഖ്യമുണ്ടാക്കി. ആ സഖ്യത്തിൽ ഇവർ ജയിച്ച് അധികാരത്തിൽ വന്നപ്പോ മഹാനായ സീതി സാഹിബ്, സീതിയാജി അല്ലട്ടോ, സീതി സാഹിബ് കേരളത്തിൽ സ്പീക്കറായി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സീതി സാഹിബ് മരിച്ചുപോയി. മരിച്ചപ്പോൾ പകരക്കാരനായി ലീഗ് CH-നെ കൊണ്ടുവന്നു. അന്ന് കോൺഗ്രസ് ലീഗിനോട് പറഞ്ഞു, നിങ്ങൾ സ്പീക്കർ ആവണമെങ്കിൽ, CH-നോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കണം. എന്താ കാരണം? നെഹ്റു പച്ചക്ക് കോഴിക്കോട് കടപ്പുറത്തെന്ന് പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് വർഗീയ പാർട്ടിയായ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കണം. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് തൊപ്പിയൂരി സലാം വെച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു. അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിന്റെ സ്പീക്കറാകുന്നത്. ഇവിടെയുള്ള ലീഗുകാർ കേൾക്കുന്നുണ്ടേ മനസ്സിലാക്കിക്കോ, ആ CH-നെ ചരിത്രത്തിൽ ആദ്യമായി തൊപ്പി വെച്ച് മന്ത്രിയാക്കിയത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കേരളത്തിൽ CH-നെയും കുരിക്കളെയും, കുരിക്കൾ മരിച്ചപ്പോൾ നെഹയും മന്ത്രിയാക്കിയ ഞങ്ങളാ. സമയം കിട്ടുകയാണെ പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനുശേഷം ലീഗുകാരെന്ത് ചെയ്ത്? അന്ന് ഊരിയ തൊപ്പിക്ക് പകരം പിന്നെ ലീഗ് എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നോ അന്ന് തലയിൽ തൊപ്പിയ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തൊപ്പിയോടെ നിങ്ങൾ എപ്പോഴാണ് കാണുക? ആകെ കാണുക സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴാണ്. സമദാനിക്കൊരു തൊപ്പി ഉണ്ടാവും, ബാക്കി ലീഗിന്റെ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞയിൽ മന്ത്രിമാരാകുമ്പോഴാ ഇല്ലേ? എന്നാൽ ഇത്തവണ തൊപ്പി ഊരി സലാം വെച്ചു. എന്താ കാരണം? വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ പറഞ്ഞിട്ടുണ്ട്, ചില തൊപ്പിയൊക്കെ നമ്മൾ ഊരേണ്ടി വരും. പടച്ചോനെ നമ്മൾ വിട്ടു, സത്യപ്രതിജ്ഞ ചെയ്തു ഇല്ലേ? ആവട്ടെ. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കേൾക്കൽ എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം. എന്നാൽ ഇത്തവണ ദേശീയ ഗാനം മാത്രമല്ല, വന്ദേ മാതരം. വന്ദേ മാതരം ആലപിച്ചു. വന്ദേ മാതരം ആലപിച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ, അത് ഫേസ്ബുക്കിൽ ഞാനൊക്കെ ഇട്ടാൽ അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആരാറിയോ? ഈ നാട്ടിലെ ലീഗ. സാന്ദർഭികമായി പറയാണ്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന തമ്മാടി, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന തമ്മാടി, ആ തമ്മാടിയെ തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ട് നോക്ക്. ഞാൻ 3 കേസ് മുക്കം പോലീസ് സ്റ്റേഷനിലുണ്ട്, ഞാൻ കൊടുത്ത പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കൊടുത്ത പോസ്റ്റിൽ എൻ്റെ മരിച്ചുപോയ ഉമ്മാനെയും എൻ്റെ മകളെയും കുറിച്ച് പച്ചത്തെറി വിളിച്ചു വരുന്നത് ഈ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ്. എന്താ ഇവർക്ക് ഈ സംസ്കാരം തിരിച്ചറിയാത്തത്? പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ പറയാണ്, വന്ദേ മാതരം ആലപിച്ചു എന്ന് പറഞ്ഞപ്പോൾ ലീഗുകാർ ചോദിച്ച ചോദ്യം, അതെന്താ വന്ദേ മാതരം ആലപിച്ചാൽ? വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമല്ലേ? ആണ്. അത് ഏതാ വന്ദേ മാതരം? 1930 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും മൗലാന അബുൽ കലാം ആസാദും AICC-യുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം.
അവർ ഇരുന്ന ഒരു കോൺഗ്രസ് പ്ലീനം സമ്മേളനത്തിലാണ് ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടത്. 8 ശ്ലോകങ്ങളുള്ള വന്ദേമാതരം. നെഹ്റു അത് പൂർണ്ണമായി കേട്ടു. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ 4 ശ്ലോകങ്ങൾ കുഴപ്പമില്ല. ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച്, ഐക്യത്തെക്കുറിച്ച്, ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചാണ് ആ വന്ദേമാതരത്തിൽ പറയുന്നത്. എന്നാൽ പിന്നീടുള്ളത് ലക്ഷ്മി ദേവിയെക്കുറിച്ചും ദുർഗാദേവിയെക്കുറിച്ചും ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിക്കുന്നതാണ്. ഒരു മതത്തിന്റെ മാത്രം ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന അത് ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് പൊതു ഇടത്തിൽ ആലപിക്കുന്നത് തെറ്റാണ്. 1950 ആദ്യമായി വന്ദേമാതരം ആലപിക്കുന്നത്. അതിൽ ആദ്യത്തെ 4 ശ്ലോകമുള്ളത്. എന്നാൽ ഇന്ത്യയിൽ RSS അവർ 8 ശ്ലോകമുള്ള വന്ദേമാതരം ആലപിക്കും. ആ വന്ദേമാതരാണ് എൻ്റെ മുസ്ലിം ലീഗ് അവിടെ ആലപിച്ചത്. മനസ്സിലായോ? ഗവർണർ ആർലേക്കർ എന്താ VD സതീശൻ പറഞ്ഞത്? അത് രാജ്ഭവൻ ചെയ്ത ചതിയാണ്. രാജ്ഭവൻ ചെയ്ത ചതി എന്ന് പറഞ്ഞില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞു രാജ്ഭവനാണ് തീരുമാനിച്ചത്. രാജ്ഭവൻ മറ്റൊന്നുകൂടി പറഞ്ഞല്ലോ, പ്രോട്ടോകോൾ പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരും അതിൻ്റെ അനുബന്ധ ഉദ്യോഗസ്ഥരും മാത്രമേ വേദിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ ഇനി സത്യപ്രതിജ്ഞ വേദി ഉണ്ടോട്ടി നിർത്തേണ്ട ആളാ സ്റ്റേജ് മേൽ ഇല്ലേ? സീറ്റ് കിട്ടിയോലൊരു ഭാഗത്ത്, കിട്ടാത്തോലൊരു ഭാഗത്ത്. അവിടെ പ്രോട്ടോകോൾ ഇല്ല. എന്താ വന്ദേമാതരം ഇങ്ങനെ തെറ്റി പിന്നെ ഇതാണ് എന്ന് നിങ്ങൾ അതിനെ എതിർത്ത് പറഞ്ഞോ? ലീഗ് പറഞ്ഞോ വന്ദേമാതരം ആലപിച്ചേ തെറ്റായിപ്പോയി? സതീശൻ പറഞ്ഞ വന്ദേമാതരം ആലപിച്ചേ തെറ്റായിപ്പോയി ഇല്ലേ? പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ പിറ്റേ ദിവസം 2 പേരുടെ ആദ്യത്തെ അഭിനന്ദനം ഈ ഗവൺമെന്റിന്. ആരാ? ഒന്ന് ബാബു ചേട്ടൻ, അറിയില്ലേ ബാബു ചേട്ടന്? RV ബാബു. അങ്ങനെ ഇപ്പൊ കോൺഗ്രസ്സുകാർ വിളിക്കുക ബാബു ചേട്ടൻ, ലീഗുകാർ വിളിക്കും ബാബു ചേട്ടൻ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരളത്തിന്റെ നേതാവ്, ഒന്നാമൻ, അയാളുടെ പേരാണ് RV ബാബു. പിന്നെ ആരാണ്? ശശികലേച്ചി. മനസ്സിലായില്ലേ? ശശികലേച്ചി, വിഷകല, ശശികല. ഈ 2 ചേച്ചിയും ചേട്ടനും കൂടി ഗവൺമെന്റിന് ആദ്യത്തെ അഭിനന്ദനം. എന്തിനാണ്? വന്ദേമാതരം ആലപിച്ചതിന്. ലീഗുകാർ അൽഹംദുലില്ലാ, ഓ ഇവരെ അഭിനന്ദിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ട ലീഗ് ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രം അറിയോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ RSSന്റെ മുഖപത്രമാണ് ഓർഗനൈസർ. ആ ഓർഗനൈസർ എന്ന് പറയുന്ന പത്രത്തിന്റെ 1-ാം പേജിൽ കേരള ഗവൺമെന്റിന് കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ. എന്താ കാരണം? കേരളത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ഇതാ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുന്നു. ഇതൊരു നല്ല തുടക്കമാണ്. എങ്ങനെയുണ്ട്? ലീഗിന് ഇപ്പോഴും മനസ്സിലായില്ല വന്ദേമാതരം എന്താണെന്ന്. ഇന്ത്യയുടെ ദേശീയ ഗാനമുണ്ട്. ആ ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനമല്ല എന്ന് പറഞ്ഞ വിഷജീവിയാണ് ശശികല. എന്താ കാരണം? എന്താ ഇന്ത്യയുടെ ദേശീയ ഗാനം? ജനഗണമന അധിനായക ജയ ഹേ. ജനഗണങ്ങളുടെ മനസ്സിലുള്ള അധിനായകൻ ജയിക്കട്ടെ. എന്താ ശശികല പറഞ്ഞത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരതാംബയാണ്, അത് അമ്മയാണ്, അത് സ്ത്രീലിംഗമാണ്. മറ്റേലെന്താ പറയുന്നത്? അധിനായകൻ പുല്ലിംഗമാണ്. അതുകൊണ്ട് ജനഗണമന ദേശീയ ഗാനമല്ല എന്ന് പറയുന്ന ശശികല വന്ദേമാതരം ആലപിച്ചപ്പോ, അതിനെ പ്രകീർത്തിച്ചപ്പോ ലീഗുകാർക്ക് പെരുത്ത് സന്തോഷം ഇല്ലേ? പിന്നെ എന്തായിരുന്നു ലീഗ നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിം വീടുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ചത്? വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ കാറിക്കയറ്റി. സാന്ദർഭികമായി പറയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടപ്പോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാവുമ്പോൾ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തി ആ റിവ്യൂ താഴോട്ടയക്കും. അത് ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ചർച്ച ചെയ്യും. ഇത്തവണ അതൊന്ന് തിരുത്തി. ആ റിവ്യൂ താഴെ നിന്ന് മേലോട്ട് പോരാൻ ആർക്കും എന്തും പറയാം. എന്താണ് പരാജയ കാരണം? അങ്ങനെ പറഞ്ഞു റിവ്യൂ മേലോട്ട് പോയപ്പോ അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ചില കാര്യങ്ങളിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർത്തമാനത്തെ അതിൻ്റെതായ ഭാഷയിൽ കൃത്യമായി പ്രതിരോധിച്ചില്ല. എന്നാൽ പ്രതിരോധിച്ച കാര്യങ്ങൾ പലതും പുറത്തേക്ക് വന്നതുമില്ല. എം സ്വരാജ് അടക്കം ശക്തമായി പ്രതികരിച്ച കാര്യങ്ങളുണ്ട്. അത് വേണ്ട രൂപത്തിൽ ആളുകളുടെ ഇടയിൽ എത്തിയില്ല. എന്നാൽ മറുഭാഗം അതെടുത്ത് പ്രയോഗിച്ചു ഇല്ലേ? ഞാൻ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശന് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും പിണറായി പറഞ്ഞു കാറിൽ കയറ്റിയത് തെറ്റില്ല. അതിപ്പോഴും അതെന്നെ നയം. കാറിൽ കയറ്റിയതല്ല തെറ്റ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില വർഗീയ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പാർട്ടി ഏറ്റെടുത്തു പറയുന്നു. പക്ഷെ കാറി കയറ്റി എന്തിനാണ്? കാറി കയറ്റിയത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. ആരാണ് നടത്തുന്നത്? ദേവസ്വം ബോർഡ്. അതും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, സർക്കാരാണ് നടത്തുന്നതെന്നുള്ള നിലക്ക്. ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ RSS ഒഴിച്ചുള്ള സകല ഹിന്ദു സംഘടനകളെയും വിളിച്ചു. NSSനെ വിളിച്ചിട്ടുണ്ട്, SNDPയെ വിളിച്ചിട്ടുണ്ട്,
അതുപോലെ തന്നെ പുലയ മഹാസഭയെ വിളിച്ചിട്ടുണ്ട്, എല്ലാ ഹിന്ദു സംഘടനയും വിളിച്ചു, RSS ഒഴിച്ചുള്ളവരെ. എന്താ കാരണം? ഈ നാട്ടിൽ ശബരിമലയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ പാർട്ടി ഇല്ലേ. നമ്മുടെ VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഖാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരിലാണ് അവിടുത്തെ റോഡ് അറിയപ്പെടുന്നത്. എന്തേലും അതിന്റെ പേര്? ചന്ദ്രാനന്ദൻ. ആ മൊട്ടയടി തല കഷണ്ടിയായിട്ട് ഇങ്ങനെ പുന്നപ്ര വയലാറിൽ വാരിക്കുന്തവുമായി SRCP-യുടെ പട്ടാളത്തോടെ ഏറ്റുമുട്ടിയാൽ അദ്ദേഹം ദേവസ്വം ബോർഡ് ചെയർമാനാകുന്ന കാലത്താണ് റോഡുണ്ടാക്കിയത് ശബരിമലയിലേക്കുള്ളേ. പമ്പയിൽ നിന്ന് ആ റോഡ് ഇന്നും അറിയപ്പെടുന്ന അങ്ങനെയാ. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മലയാളികൾ മാത്രമാണ് ശബരിമലക്ക് പോകുക. എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ രാജന്, അതുപോലെ ഒരു ശിവന്, അവരൊക്കെ പോകും. മുമ്പ് ഒരു 8 അണയും 1 ഉറുപ്പിയൊക്കെ ആയിട്ടാണ് പോവുക. പിന്നെ അത് 5 ഉറുപ്പിയും 10 ഉറുപ്പിയാക്കി പരിഷ്കരിച്ച് 50 വരെ എത്തിയിട്ടുള്ളൂ. എന്നാൽ ചന്ദ്രാനന്ദൻ കേരളത്തിൻ്റെ ദേവസ്വം ബോർഡ് ചെയർമാനായപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും പോയി ശബരിമലയെക്കുറിച്ച് പ്രചരണം നടത്തി. അവിടുന്ന് ആളുകൾ വരാൻ തുടങ്ങി. തമിഴ്നാട്ടിൽ 2 ആളുകൾ, ഇപ്പം ഞാനും ഈ സഖാവും കൂടി ഒരു കച്ചവടം നടത്തുക. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വിശ്വാസികളാണെങ്കിൽ, അയ്യപ്പ വിശ്വാസിയാണെങ്കിൽ 3-മനായിട്ട് അയ്യപ്പനും കൂടി ഉണ്ടാവും ഷെയർ. ഒരു വർഷം 3 ലക്ഷം ലാഭം കിട്ടിയാൽ ഞങ്ങൾ 2 ആളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അയ്യപ്പനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് അത് അടിക്കലല്ല, അയ്യപ്പൻ്റെ 1 ലക്ഷം അവിടെ ഇടും. അതാ വിശ്വാസം. ശബരിമലയിലെ നടവരവ് കൂടി. അതുകൊണ്ട് ദേവസ്വത്തിന് മാത്രമാണോ വരവുള്ളത്? അല്ല. സൗദി അറേബ്യക്ക് പെട്രോൾ ഡോളറിനേക്കാളും വരുമാനം എന്താ അറിയോ? 10,000-ങ്ങൾ വിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കും ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വിദേശ പണം സൗദി അറേബ്യ കിട്ടുന്നുണ്ട്. എല്ലാ വർഷവും മദീനയിലും മക്കയിലും അതുപോലെ തന്നെ ഹജ്ജിന്റെ കാലത്ത് മീനയിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇല്ലേ. അതുകൊണ്ട് സ്വാഭാവികമായി കേരളത്തിൽ അയ്യപ്പന്മാരുടെ സീസൺ നിങ്ങൾ നോക്ക്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് അയ്യപ്പന്മാരുണ്ടാവും. അവർ ഈ നാട്ടിലെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും, അവർ ഫ്രൂട്ട്സ് വാങ്ങും, ബേക്കറി വാങ്ങും, അലുവ വാങ്ങും, അവർ ഡീസൽ അടിക്കും. കോടിക്കണക്കിന് രൂപ അന്ന് ഈ കാലത്ത് ഇവിടെ വരുമാനമുണ്ട്. അപ്പൊ ശബരിമലയിലേക്ക് അന്യ ദേശത്ത് നിന്ന് പോലും വിദേശത്തു നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി അയ്യപ്പ സംഗമം നടത്തുമ്പോൾ എല്ലാവരെയും ക്ഷണിച്ചു. പമ്പയിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് 150-200 മീറ്റർ അപ്പുറത്താണ് ഈ സ്റ്റേജ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ഈ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ സുരക്ഷാ പരിഗണന കൊണ്ട് അങ്ങോട്ട് പ്രവേശനമുള്ളൂ സമ്മേളന സ്ഥലത്തേക്ക്. മുഖ്യമന്ത്രി അങ്ങോട്ട് പോകാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആ കൊലായിൽ നിൽക്കുന്നുണ്ട് വെള്ളാപ്പള്ളി. നിങ്ങൾക്ക് അറിയാലോ, കനം തൂക്കും വലിപ്പമൊക്കെ ഒരു മനുഷ്യൻ എടുത്തു കൊണ്ടിടക്കാൻ വയ്യാത്ത ഒരു തടിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളോട് പറഞ്ഞ് കയറിക്കോളി. എങ്ങോട്ട്? അയാളും കൂടി പങ്കെടുക്കേണ്ട മീറ്റിംഗാ, 150 മീറ്റിംഗ്. വെള്ളാപ്പള്ളിയെ കാറിക്കയറ്റി. ആരാ വെള്ളാപ്പള്ളി? വർഗീയവാദി, ഒരു സംശയമില്ല. ആ വർഗീയവാദിയെ 150 മീറ്റർ കാറിക്കയറ്റിന്ന് കേരളത്തിലെ സകല മുസ്ലിം വീടുകളിലും പോയി പറഞ്ഞ് നടന്ന് പ്രചരിപ്പിച്ചു. മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, കോൺഗ്രസ് മുസ്ലിം മനസ്സുകളെ പിണറായിക്കെതിരാക്കി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാക്കി ഇല്ലേ. വെള്ളാപ്പള്ളി നടേശൻ VD സതീശൻ അധികാരത്തിൽ വന്ന് നേരെ പിറ്റേ ദിവസം ആദ്യമായി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വന്ന് VD സതീശനെ പൊന്നാട അണിയിച്ച മനുഷ്യന്റെ പേരറിയോ ലീഗിന്? അയാളുടെ പേര് തുഷാർ വെള്ളാപ്പള്ളിന. വെള്ളാപ്പള്ളിയുടെ മകൻ എന്നുള്ള എല്ലാ പ്രത്യേകത. ഇന്ത്യ ഭരിക്കുന്നത് BJP അല്ല, ഇന്ത്യ ഭരിക്കുന്നത് NDA ആണ്. അതൊരു സഖ്യമാണ്, LDF UDF എന്ന് പറയുന്നത്. കേരളത്തിലെ NDAയുടെ ചെയർമാനാണ് തുഷാർ വെള്ളാപ്പള്ളി, വെള്ളാപ്പള്ളിയുടെ മകൻ. UDF-ഉം LDF-ഉം NDA-യും കേരളത്തിൽ മത്സരിച്ചത്. അതിലാ UDF ജയിച്ചത്. ആ UDF-ന്റെ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി വന്ന് പൊന്നാടയണിയിക്കുന്നു. രാവിലെ നമ്മൾ കാണാം. ഉച്ചയ്ക്ക് കാണുന്ന കാഴ്ച എന്താണ്? ഞാൻ നിങ്ങളുമടക്കം ഈ കേരളത്തിലെ സകല മനുഷ്യരുടെയും നികുതി പണം കൊണ്ട് വാങ്ങുന്നതാണ് കേരളത്തിന്റെ സ്റ്റേറ്റ് കാർ. ആ സ്റ്റേറ്റ് കാറിൽ പെട്രോൾ അടിക്കുന്നത് എൻ്റെ നിങ്ങളുടെ നികുതി പണമാണ്. ആ സ്റ്റേറ്റ് കാറിലെ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കുന്നത് എൻ്റെ നിങ്ങളുടെ നികുതി പണമാണ്. അങ്ങനെ ഒരു കൊടി വെച്ച സ്റ്റേറ്റ് കാറിൽ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി 120 കിലോമീറ്റർ സഞ്ചരിച്ച് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ വിനീത വിധിയായി കൂപ്പുകയോടെ നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു. ഭാര്യ പ്രീതി നടേശൻ അനുഗ്രഹിക്കുന്നു. ലീഗെ പോയി പറയണോ വീട്ടില്? വെള്ളാപ്പള്ളിന്റെ ഭാര്യയെ കാണാൻ പോയി UDF-ന്റെ മന്ത്രി. എന്തേ നിങ്ങൾ പറയാത്തത്? എന്തേ ജമാഅത്ത് ഇസ്ലാമി പ്രചരിപ്പിക്കാത്തത്? ഇല്ലേ? കഴിഞ്ഞില്ല. നമ്മുടെ തൂഫാൻ വൈകുന്നേരം അത് അടിച്ചു മിനിച്ചു പോന്നു. ആര്? ചെന്നിത്തല. എവിടേക്ക്? ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക്. അവിടെ പോയിട്ട് അനുഗ്രഹിച്ചത് ഇല്ലേ? മോൻസ് ജോസഫ് എന്ന മന്ത്രി അതിന്റെ പിറ്റേ ദിവസം സ്റ്റേറ്റ് കാറിൽ 100 ചില്ലാനം കിലോമീറ്റർ ഓടിച്ച് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങിക്കുന്നു.
എന്തേ മതന്യൂനപക്ഷങ്ങൾ വേവലാതിപ്പെടുത്തി ലീഗ് പ്രസംഗിക്കാത്തത്? എന്തേ മതന്യൂനപക്ഷങ്ങളോട് ഈ കാര്യങ്ങൾ ലീഗ് സംസാരിക്കാത്തത്? അപ്പൊ നിങ്ങളുടെ ആവശ്യം മതന്യൂനപക്ഷങ്ങളുടെ ഒന്നും പ്രശ്നമല്ല, ഇല്ലേ? ഇങ്ങനെ എടുത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്ക്, എന്താണ് ഇവർ ചെയ്യുന്നതെന്ന്.